ബ്രോ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോയി എവിടെ എത്തും ബ്രോ? അങ്ങോട്ട് ഇത് BDF ആണോ? അതല്ല ഇത് റോസ്റ്റ് കൊള്ളാം. ഇങ്ങനെയൊക്കെയാണ് അമ്മമാരെ നമ്മളെ പറ്റി സിനിമയിൽ എടുത്ത് വെക്കണത്. ഇവിടെ ശശിയണ്ണന്റെ തട്ടടയിൽ തന്നെ 8 മണി കഴിഞ്ഞ് ബീഫ് കിട്ടും. അപ്പോഴേക്കും സാധനം തീരുമില്ലേ? ബാക്കി വന്നാലല്ലേ അവന്മാരെ അണ്ണാക്കി കൊണ്ട് തള്ളാൻ പറ്റൂ. ഇവിടെ ബീഫ് ജിഹാദ് എന്നാണ് അവന്മാരവിടെ പറയുന്നത്. എന്നാ കൊള്ളാല്ലേ? കേരളത്തിലെ റേഷൻ കടയിൽ അരി ഉഴുന്നിൻ്റെ കൂടെ ബീഫ് കൂടെ കൊടുക്കും. ഇനി ബീഫ് ഇല്ലെങ്കിൽ കേരളത്തിൽ കല്യാണം തന്നെ നടത്താൻ പറ്റില്ലെന്ന് അവന്മാർ പറഞ്ഞുണ്ടാകും. ബീഫ് ഓലൻ, ബീഫ് കിച്ചടി, ബീഫ് പച്ചടി, എന്തിന് പ്രഥമൻ തന്നെ അവന്മാരുണ്ടായിട്ടുണ്ട്. ഇവിടെ ബീഫ് തികയാതെ വരുമ്പോഴേ ചെക്ക് പോസ്റ്റ് വഴി കടത്തുന്ന ബീഫ് മാഫിയ ഉണ്ടെന്ന് വരെ അവന്മാർ പറഞ്ഞു കളയും. അവന്മാരെന്തിനാ പറയത്തില്ല? നമുക്കൊരു പൊറോട്ടയും ബീഫും പറഞ്ഞാലേ. പൈസ നീ കൊടുക്കുമായിരിക്കും അല്ലേ? പൈസ വേൾഡിലെ ടോപ്പ് 5 ബീഫ് എക്സ്പോർട്ടേഴ്സിൽ ഒരാളാണ് ഇന്ത്യ. പശു, എരുമ എല്ലാം കയറി പോകും. വല്ലവൻ ചെന്ന ആഹ, ഇവിടെ ഉള്ളവൻ ചെന്ന സ്വാഹ. കൊന്ന പാപം തിന്നാ തീരുമെന്നല്ലേ? അങ്ങനെയല്ല, അതിന് കൊന്നവൻ തന്നെ തിന്നണ്ടേ? ഈ ബീഫ് തിന്നണ സീനുള്ളതുകൊണ്ടേ ഒരു സിനിമയ്ക്ക് ഇവിടെ സെൻസർ കൊടുത്തില്ല. എന്തരൊക്കെ പൊല്ലാപ്പാൻ ഈ ഡബിൾ തന്തയുള്ള സെൻസർമാരോട് എന്തൊരു പറയാനാണ്. എന്റെ ബിജുവണ്ണന്റെ പടം എന്തായി? അത് വരും, അതൊക്കെ വരും. നമ്മൾ എന്തൊരു ചെയ്തിട്ടാ ഈ കേരളത്തെ പറ്റി ഇവന്മാർ ഈ കൊണയടിച്ചിറക്കണേ? ഈ പാകിസ്ഥാനോട് പോലും അവന്മാർക്ക് ഇത്ര വിരോധം ഉണ്ടെന്ന് തോന്നുന്നു. രാജ്യദ്രോഹം അല്ലേടാ അത്? കേരളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണത്. നമ്മളെന്തിനും ഇങ്ങനെ കോമാളികളാവണം? കേസ് പോയല്ലേ ഹൈക്കോടതിയിൽ. അപ്പോളോടാ കളി. ഇന്ന് പള്ളിയിലെ നോമ്പ് ഉറക്കിയേ പോത്ത് ബിരിയാണിയാണ്. പറഞ്ഞാ പെട്ടെന്ന് പോവാം.